ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊത്തി ചപ്പാത്തി. അതിന് ആവശ്യമായ സാധനങ്ങൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക ആദ്യം, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, നല്ലതുപോലെ മിക്സ് ചെയ്ത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഗ്യാസിൽ പാത്രം വയ്ക്കാം, തീ കത്തിച്ച്. പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കാം. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ഏത് ഓയിലുണ്ടെങ്കിലും എടുക്കാം. പാത്രം ചൂടായാലോട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ചിക്കനെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കനെല്ലാം വെന്ത് അത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. ആ എണ്ണയിൽ തന്നെ കുറച്ച് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. കേബേജ് ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം, ക്യാരറ്റ്, ക്യാപ്സിക്കം ഒന്ന് നല്ല വഴറ്റിയെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു. മാവ് ഇട്ട് വെള്ളവും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 മണിക്കൂർ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാവൊന്ന് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ചപ്പാത്തിക്ക് പരത്തിയെടുക്കുക. ഒരു ബോളുകളാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഇത് പരത്തിയെടുക്കാം. ഞാൻ നേരത്തെ പാത്രം വെച്ച് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കാം. വെജിറ്റബിളെല്ലാം നല്ല വഴണ്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. വെജിറ്റബിൾ എല്ലാം ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക. മുട്ട നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചപ്പാത്തി തിരിച്ചിട്ട് കൊടുക്കുക. കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കുക. ചപ്പാത്തി എല്ലാം ചുട്ടെടുത്തത് ഇനി ഒന്ന് പീസ് പീസാക്കി എടുക്കുക. ഇങ്ങനെ ഒന്ന് മടക്കി മടക്കി എടുക്കണം. ചപ്പാത്തി എല്ലാം പീസായിട്ട് എടുത്തിട്ടുണ്ട്. ചിക്കനും ഒന്ന് പീസാക്കി എടുക്കുക. ചിക്കൻ ഇങ്ങനെ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം അതിലോട്ട് ഇടാം. വെജിറ്റബിളിലോട്ട് ചപ്പാത്തി ഇടാം. ചിക്കൻ ഇടാം.
ഇനി എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കൊത്തി ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക.